മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ നഗരം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം മുംബൈ എന്ന് ആരും ഉത്തരം പറയും. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. പൂനെയാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വിസ്തൃതമായ നഗരം. എന്നാൽ ജനസംഖ്യ കണക്കിലെടുത്താൽ മുംബൈയേക്കാൾ 1/2 കോടിയോളം കുറവാണ് പൂനെയിൽ. ഇന്നത്തെ സിറ്റി ടൂറിൽ പൂനെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. മറാത്ത സാമ്രാജ്യകാലത്ത് മന്ത്രിമാരായിരുന്ന പേഷ്വാമാരുടെ കീഴിലായപ്പോൾ വലിയ തോതിൽ അഭിവൃദ്ധി പ്രാപിച്ച നഗരം. പുതിയ കാലത്ത് വ്യവസായം, IT രംഗങ്ങളിലൂടെ മുന്നേറുന്ന നഗരം. ഒരു ആധുനിക നഗരത്തിന്റെ രൂപഭാവങ്ങളെല്ലാം ഉള്ളപ്പോഴും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മലനിരകൾ നിറഞ്ഞ പശ്ചിമഘട്ട ഭൂപ്രകൃതിയാണ് ഈ നഗരത്തിലേക്ക് ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കുന്നത്. പോകാം പൂനെ സിറ്റിയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് പൂനെ നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ശനിവാർ വാഡ, തുടർന്ന് ലാൽ മഹൽ, പിന്നെ മഹാദ്ജി ഷിൻഡെ ഛത്രി, അടുത്തത് ആഗാഖാൻ കൊട്ടാരം, തുടർന്ന് കാർല കേവ്സ്, പിന്നെ മഹാബലേശ്വർ, അവിടെ നിന്നും പ്രതാപ്ഗഡ് ഫോർട്ട്, അടുത്തത് പഞ്ചഗനി, തുടർന്ന് വായ് പട്ടണം, അവസാനമായി മെനവലി ഗ്രാമം. പൂനെ നഗരചരിത്രവും മറാത്ത സാമ്രാജ്യ ചരിത്രവും തമ്മിൽ ഇടചേർന്ന ബന്ധമാണുള്ളത്. മറാത്ത സാമ്രാജ്യാധിപന്മാരായിരുന്ന പേഷ്വാമാരുടെ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകത്തിൽ നിന്ന് തന്നെ നമുക്ക് പൂനെയുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം. ശനിവാർ വാഡ എന്ന കോട്ട സമുച്ചയം ശക്തനായ പേഷ്വാ ഭരണാധികാരി ബാജിറാവു ഒന്നാമൻ നിർമ്മിച്ചതാണിത്. കോട്ടയുടെ കല്ലുകൊണ്ടുള്ള മതിൽക്കെട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായും അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഉൾഭാഗത്ത് കൊട്ടാരം ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ തീപിടുത്തത്തിലും ആക്രമണങ്ങളിലും അവഗണനയിലുമെല്ലാം തകർന്നുപോയി. കോട്ടമതിലിലെ നടവഴിയിലൂടെ നടന്ന് കോട്ടയുടെ ഉൾവശവും പുറംഭാഗവുമെല്ലാം കാണാനാകും. അതിവിശാലമായ 5 പ്രവേശന കവാടങ്ങൾ കോട്ടയിലെ ഒരു കാഴ്ചയാണ്. ദില്ലി ദർവാസ എന്ന പ്രധാന ഗേറ്റാണ് ഇതിലേറ്റവും ആകർഷകം. കോട്ടയുടെ ഉൾവശം പുൽത്തകിടികൾ സ്ഥാപിച്ചും ചെടികൾ വെച്ചുപിടിപ്പിച്ചും മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുന്നത് ഒരു രസകരമായ അനുഭവമാണ്. പേഷ്വാ ഭരണകാലത്ത് ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോട്ടയായതിനാൽ വിശദമായ ചരിത്രം മനസ്സിലാക്കാൻ ഒരു ഗൈഡിന്റെ സേവനം ഇവിടെ തേടുന്നത് നല്ലതാണ്. ശനിവാർ വാഡയ്ക്ക് അടുത്തു തന്നെയുള്ള മറ്റൊരു സ്മാരകമാണ് ലാൽ മഹൽ. ശിവജി തന്റെ ബാല്യകാലം ചിലവഴിച്ചത് ഇവിടെയുണ്ടായിരുന്ന ലാൽ മഹൽ കൊട്ടാരത്തിലാണ്. 16-ാം വയസ്സിൽ ആദ്യത്തെ കോട്ട കീഴടക്കും വരെ
ശിവജി അമ്മ ജീജാബായിയോടൊപ്പം ലാൽ മഹലിൽ കഴിഞ്ഞു. പിന്നീട് മറാത്ത സാമ്രാജ്യത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം. 17-ാം നൂറ്റാണ്ടിലാണ് ലാൽ മഹൽ പണി കഴിപ്പിച്ചത്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ പഴയ ലാൽ മഹൽ പ്രാധാന്യത്തോടെ നിലനിന്നെങ്കിലും പിന്നീട് അവഗണിക്കപ്പെട്ടു. ഒടുവിൽ തകർന്നുപോയ കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് മറ്റ് നിർമ്മിതികൾ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ലാൽ മഹലിന്റെ ശരിയായ സ്ഥാനം എവിടെയായിരുന്നെന്നോ രൂപം എങ്ങനെയായിരുന്നെന്നോ കൃത്യമായ വിവരമില്ല. ഇന്ന് കാണുന്ന ലാൽ മഹൽ ശിവജിയുടെ സ്മരണാർത്ഥം പൂനെ നഗരസഭ പണി കഴിപ്പിച്ചതാണ്. ഇന്നിവിടം ശിവജിയെ സ്മരിക്കുന്ന മ്യൂസിയം കൂടിയാണ്. ശിവജിയുടെ ജീവിതം ചിത്രങ്ങളിലൂടെയും മറ്റും ലാൽ മഹലിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ശിവജിയുടെ മാതാവ് ജീജാബായിയുടെ ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി കാണുന്നത് ഒരു സ്മാരകമാണ്. മഹാദ്ജി ഷിൻഡെ ഛത്രി. 18-ാം നൂറ്റാണ്ടിൽ പേഷ്വാ ഭരണത്തിൻ കീഴിൽ സൈന്യാധിപനായിരുന്ന മഹദ്ജി ഷിൻഡെയുടെ ഓർമ്മയ്ക്കായുള്ള മനോഹര മന്ദിരം. 1794-ലാണ് അദ്ദേഹം അന്തരിച്ചത്. തുടർന്ന് മഹദ്ജി പണികഴിപ്പിച്ച ശിവക്ഷേത്രത്തിന് സമീപം ചിതയൊരുക്കി ശരീരം ദഹിപ്പിച്ചു. ആ സ്ഥലത്താണ് ഇപ്പോൾ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 2 നിലയുള്ള മന്ദിരത്തിന്റെ രൂപകൽപ്പന തന്നെയാണ് മുഖ്യ ആകർഷണം. രാജസ്ഥാനി, ഇംഗ്ലീഷ് ശൈലികൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടിസ്ഥാന രൂപം ഇംഗ്ലീഷ് ആർക്കിടെക്ചറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അലങ്കാരങ്ങളിലും ഇംഗ്ലീഷ് ശൈലികൾ ഉപയോഗിച്ചിരിക്കുന്നു. സ്റ്റെയിൻ ചെയ്ത ചില്ലുജാലകങ്ങളാണ് മന്ദിരത്തിന്റെ മാറ്റുകൂട്ടുന്ന മറ്റൊരു ഘടകം. മന്ദിരത്തിനുള്ളിലേക്ക് കടന്നാൽ രാജസ്ഥാനി ശൈലിയിലുള്ള അലങ്കാരങ്ങളും നിർമ്മാണങ്ങളുമാണുള്ളത്. ചുവർചിത്രങ്ങളും കൊത്തുപണികളും തറയിലെ മനോഹരമായ ടൈൽ വർക്കും ചേരുമ്പോൾ സ്മാരകത്തിന്റെ ഉൾവശവും പ്രൗഢമാകുന്നു. ഹാളിന്റെ അറ്റത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി നാം പോകുന്നത് സ്വാതന്ത്ര്യസമര ചരിത്രത്തിലൂടെ നമുക്കെല്ലാം പരിചിതമായ ഒരു കൊട്ടാരത്തിലേക്കാണ്. ആഗാ ഖാൻ പാലസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ വീട്ടുതടങ്കലിലാക്കിയ കൊട്ടാരം. അന്ന് ഗാന്ധിജിയോടൊപ്പം കസ്തൂർബ ഗാന്ധി, സെക്രട്ടറി മഹാദേവ് ദേശായി, സരോജിനി നായിഡു എന്നിവരും ഇവിടെ തടവിലായിരുന്നു. കസ്തൂർബ ഗാന്ധിയും ദേശായിയും മരണമടഞ്ഞതും ഇതേ കൊട്ടാരത്തിൽ വെച്ചാണ്. ഇരുവരുടെയും സ്മാരകം കൊട്ടാര വളപ്പിലുണ്ട്. പിന്നീട് ഗാന്ധിജിയുടെ ചിതാഭസ്മം ഇവിടെ എത്തിച്ച് ഗാന്ധിജിക്കും കൊട്ടാരത്തിൽ സ്മാരകമൊരുക്കുകയുണ്ടായി. ഇപ്പോൾ ആഗാഖാൻ കൊട്ടാരം ഗാന്ധിജിയുടെ ജീവിതവും സ്വാതന്ത്ര്യസമര ചരിത്രവും വിവരിക്കുന്ന മ്യൂസിയമാണ്. സമരചരിത്രത്തിലെ സുപ്രധാന ഘട്ടങ്ങൾ ശില്പങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന മുറി, ചർക്ക ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. ചരിത്രം മാത്രമല്ല, ഇൻഡോ സാർസനിക് ആർക്കിടെക്ചറിലുള്ള കൊട്ടാരവും ഒരു ഗംഭീര കാഴ്ചയാണ്. ഇറ്റാലിയൻ ആർച്ചുകളും കൊത്തുപണികളും ഭംഗിയുള്ള ടൈൽ വർക്കുകളുമെല്ലാം കൊട്ടാരത്തെ സവിശേഷമാക്കുന്നു.
മനോഹരമായൊരു ഗാർഡനും കൊട്ടാരത്തിന് പുറത്തുണ്ട്. ചരിത്രവും മതവും വിശ്വാസവും സമ്മേളിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, കാർല കേവ്സ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പാറക്കെട്ടിൽ പല നിലകളിലായുള്ള ഗുഹകളുടെ ഒരു സമുച്ചയം. ഈ ഗുഹകൾ BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് നിർമ്മിച്ചതാണ്. അക്കാലത്ത് ഈ മേഖലയിൽ ബുദ്ധമതത്തിനായിരുന്നു സ്വാധീനം. അന്നിവിടം ബുദ്ധസന്യാസിമാർ താമസിച്ചിരുന്ന മൊണാസ്റ്ററിയും കൂടിയായിരുന്നു. പിന്നീട് 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഹിന്ദുമതം ഇവിടെ പ്രചരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ ആരാധനയും ബുദ്ധമത കാലത്തിന്റെ അവശേഷിപ്പുകളും ഒരേ ഇടത്ത് തന്നെ കാണാനാകും. താഴ്വാരത്ത് നിന്നും ഒരു കുന്ന് കയറി വേണം ഗുഹകളുടെ സമീപത്തേക്കെത്താൻ. മലയുടെ പല ഭാഗങ്ങളിലായി വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള നിരവധി ഗുഹകൾ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ചൈത്യ എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ഹാളാണ്. ഇതിനു മുമ്പിൽ ഏകവീര ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. മുക്കുവരായ കോലി സമുദായക്കാരാണ് ഇവിടെ ആരാധനയ്ക്കായി കൂടുതലായി എത്തുന്നത്. പൂർണ്ണമായും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഹാളാണ് ചൈത്യ. അശോകസ്തംഭത്തോട് സാമ്യമുള്ള നിർമ്മിതിയും അലങ്കരിച്ച തൂണുകളുമൊക്കെ പുറത്ത് കാണാനാകും. ഹാളിനുള്ളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ നിർമ്മാണം നമ്മെ കൂടുതൽ അമ്പരപ്പിക്കും. കമാനാകൃതിയിലുള്ള മേൽക്കൂര, വശങ്ങളിൽ നിരയായി തൂണുകൾ എന്നിവയൊക്കെ 2 സഹസ്രാബ്ദം മുമ്പ് പാറ തുരന്ന് നിർമ്മിച്ചതാണ്. ചുറ്റുവട്ട പ്രദേശങ്ങളുടെ പനോരമിക് കാഴ്ചകളാണ് കാർല കേവ്സിന്റെ മറ്റൊരു ആകർഷണം. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇനി പോകുന്നത് മഹാബലേശ്വറിലേക്കാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിൽ സ്റ്റേഷൻ. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടും ഈ പ്രദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശിവൻ ഉറങ്ങാനെത്തുന്നത് മഹാബലേശ്വറിലാണെന്നാണ് ഹൈന്ദവർക്കിടയിലെ വിശ്വാസം. അതുകൊണ്ട് തന്നെ 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. മഹാബലേശ്വറിലെ ഓൾഡ് ടൗണിലാണ് ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. 13ഉം 17ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇവയെല്ലാം. ശിവപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള മഹാബലേശ്വർ ശിവക്ഷേത്രമാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം. തീർത്ഥാടകർ കൂടുതലെത്തുന്നതും ഈ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ 2ാമത്തെ പ്രധാന ക്ഷേത്രമായ പഞ്ചഗംഗ മന്ദിർ ഒരു കുളം പോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 5 പുണ്യനദികൾ ഇവിടെ സംഗമിക്കുന്നുവെന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നു. ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ള അതിബലേശ്വറാണ് സമുച്ചയത്തിലെ 3ാം ക്ഷേത്രം. ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് 4ാമത്തെ ക്ഷേത്രമായ കൃഷ്ണബായി മന്ദിർ. കൃഷ്ണനദിയുടെ ഉത്ഭവം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇടത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വനത്തിനുള്ളിലൂടെ 1 കിലോമീറ്ററോളം നടക്കണം കൃഷ്ണബായി മന്ദിറിൽ എത്താൻ.
മലയുടെ ചരിവിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഗോശില്പത്തിന്റെ മുഖത്തു നിന്നും വീഴുന്ന ജലപ്രവാഹത്തെയാണ് കൃഷ്ണയുടെ ഉദ്ഭവമായി കണക്കാക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രം പുറത്തുനിന്നും നോക്കുമ്പോൾ ഒരു തകർന്ന കൽക്കെട്ട് പോലെയാണെങ്കിലും ഉൾഭാഗം പൗരാണിക തനിമയാർന്ന ഗംഭീര നിർമ്മിതിയാണ്. ഈ ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ താഴ്വാരത്തിന്റെ വിശാലമായ കാഴ്ചയും സാധ്യമാകും. മഹാബലേശ്വറിൽ ഇനി കാണാനുള്ളത് ന്യൂ ടൗൺ ആണ്. സുഖവാസത്തിനും കാഴ്ചകൾ കാണാനും എത്തുന്ന വിനോദസഞ്ചാരികൾ പ്രധാനമായും തങ്ങുകയും ഷോപ്പിംഗ് നടത്തുകയും എല്ലാം ചെയ്യുന്ന ഇടം. വ്യത്യസ്ത നിലവാരത്തിലും തീമിലുമുള്ള നിരവധി റിസോർട്ടുകൾ ഇവിടെയുണ്ട്. മറാത്ത ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. പ്രതാപ്ഗഡ് ഫോർട്ട്. പശ്ചിമഘട്ട മലനിരകളിൽ ഛത്രപതി ശിവജി വികസിപ്പിച്ച 360ഓളം കോട്ടകളിൽ ഒന്ന്. മറാത്ത മേഖലയിൽ ശിവജിയുടെ ആധിപത്യം ഊട്ടിയുറപ്പിച്ചത് ഈ കോട്ടയിൽ നിന്നും ബീജാപൂർ സൈന്യത്തിനെതിരെ നേടിയ വിജയമായിരുന്നു. അതുപോലെ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് 3-ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ പ്രതാപ്ഗഡ് കോട്ട അപ്രതീക്ഷിതമായി കീഴടങ്ങിയതുമാണ്. ശിവജിയുടെ ജീവിതത്തിലും മറാത്ത സാമ്രാജ്യ ചരിത്രത്തിലും അത്രയേറെ പ്രാധാന്യമുള്ള കോട്ടയാണിത്. മലയുടെ താഴ്വാരത്തിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള വഴിയിലൂടെ നടന്ന് കോട്ടയ്ക്കുള്ളിൽ എത്താം. മറാത്ത സാമ്രാജ്യകാലത്ത് കൊട്ടാരവും ക്ഷേത്രങ്ങളും ആയുധപുരകളും ജലസംഭരണിയുമെല്ലാമായി സർവസജ്ജമായിരുന്നു കോട്ട. കല്ലിൽ തീർത്ത കോട്ടമതിലിന്റെ ഭാഗങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ കെട്ടിടങ്ങളെല്ലാം തകർന്നു പോയിട്ടുണ്ട്. മുകളിലുള്ള ഭവാനി ക്ഷേത്രമാണ് അവശേഷിക്കുന്ന ഒരു നിർമ്മിതി. കോട്ടമതിലിലൂടെ നടന്ന് ചുറ്റുവട്ട പ്രദേശങ്ങളും ശത്രുനീക്കം നിരീക്ഷിക്കാനായി സൈനികർ തമ്പടിച്ചിരുന്ന മുനമ്പും മറ്റും കാണാം. മലഞ്ചെരിവിലൂടെ കടന്നുപോയിരുന്ന വാണിജ്യപാതയിലെ കച്ചവടക്കാരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നതും ഇവിടെ നിന്നാണ്. അല്പം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുള്ള ഭവാനി ക്ഷേത്രം ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കോട്ടയുടെ മുകളിൽ കൊട്ടാര സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്ത് ഒരു ഉദ്യാനവും ശിവജിയുടെ 17 അടി ഉയരമുള്ള പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. കോട്ടയിൽ നിന്നും അല്പം മാറി ഒരു കുന്നിൽ ബീജാപൂർ സുൽത്താന്റെ പടനായകനായിരുന്ന അഫ്സൽ ഖാന്റെ ശവകുടീരം കാണാം. യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടെങ്കിലും ശിവജിയുടെ ഉത്തരവനുസരിച്ച് ഇസ്ലാം മതാചാര പ്രകാരം ഖാന്റെ ശരീരം മറവ് ചെയ്തത് ഇവിടെയാണ്. പൂനെയുടെ സമീപത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഇനി കാണേണ്ടത്. പഞ്ചഗനി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ പ്രദേശങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ജോൺ ചിസൺ വികസിപ്പിച്ച പട്ടണം. ഇന്നിത് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മഹാരാഷ്ട്രയുടെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കാം. മലഞ്ചെരുവിലെ വഴിയിലൂടെ ഇവിടേക്കുള്ള യാത്രയാണ് ഒരു രസകരമായ അനുഭവം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ വലിയ സമതലവും പശ്ചിമഘട്ട മലനിരകളും ഈ യാത്രക്കിടയിൽ കാണാനാകും. പഞ്ചഗനി ടേബിൾ ലാൻഡ് ഇവിടെ കാണേണ്ട മറ്റൊരു കാഴ്ചയാണ്. 1 കിലോമീറ്ററോളം നീളത്തിൽ പരന്നു കിടക്കുന്ന മലമുകളിലെ പ്രദേശം. സവിശേഷമായ ഭൂരൂപവും ചുറ്റുവട്ട കാഴ്ചകളുമാണ് ടേബിൾ ലാൻഡിന്റെ ആകർഷണം. പഞ്ചഗനിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ
കൊളോണിയൽ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നിരവധി നിർമ്മിതികൾ കാണാനാകും. ദേവറായി ആർട്ടിസാൻസ് വില്ലേജ് പഞ്ചഗനിയിലെ ഒരു ആകർഷണമാണ്. ആദിവാസികളായ യുവാക്കൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സ്ഥലം. പരമ്പരാഗത ശൈലിയിൽ നിർമ്മിക്കുന്നതിനാൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക രൂപമാണുള്ളത്. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഷോറൂമും ഇവിടെയുണ്ട്. സ്ട്രോബെറി തോട്ടങ്ങൾക്കും പഞ്ചഗനി പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ ആകെ സ്ട്രോബെറി ഉൽപാദനത്തിന്റെ 85% പഞ്ചഗനിയും മഹാബലേശ്വറും ഉൾപ്പെടുന്ന മേഖലയിലാണ്. തോട്ടങ്ങളിൽ സന്ദർശനം നടത്താനും കൃഷിരീതികൾ കാണാനും ഇവിടെ അവസരമുണ്ട്. സ്ട്രോബെറി ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കഴിയും. ഇനി നമുക്ക് ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഒരു ടൗൺ സന്ദർശിക്കാം. പൂനെയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ സത്താറ ജില്ലയിലുള്ള വായ് പട്ടണം. ദക്ഷിണകാശി എന്നൊരു വിശേഷണം ഈ പട്ടണത്തിനുണ്ട്. പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന 100-ലധികം ക്ഷേത്രങ്ങളാണ് ഇതിന് കാരണം. ഇതിൽ പലതും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളവയുമാണ്. വിവിധ സാമ്രാജ്യങ്ങൾ ഈ പ്രദേശം ഭരിച്ചപ്പോഴെല്ലാം വായിയുടെ സാംസ്കാരിക പ്രാധാന്യം മാറ്റമില്ലാതെ നിലനിന്നിരുന്നു. കൃഷ്ണനദിയുടെ സാന്നിധ്യവും ഇതിനൊരു കാരണമായിട്ടുണ്ട്. പട്ടണത്തിലെ മിക്ക ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിട്ടുള്ളതും നദിക്കരയിലാണ്. കൃഷ്ണയുടെ തീരത്തുള്ള ഡോലിയ ഗണപതി ടെമ്പിളാണ് അതിലൊന്ന്. തടിച്ച ശരീരമുള്ള എന്നതാണ് ഡോലിയ എന്ന വാക്കിനർത്ഥം. പേരുപോലെ തന്നെ ഒരു തടിച്ച ഗണപതി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും. ഇതിന് സമീപം തന്നെ ഒരു വിശ്വേശ്വര ക്ഷേത്രവും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. മറാത്ത സാമ്രാജ്യത്തിലെ ഭരണാധികാരികളായിരുന്ന പേഷ്വാമാരാണ് വായിയിലെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതും ഇന്ന് കാണുന്ന നിലയിലേക്ക് പട്ടണം വികസിപ്പിച്ചതും. ഇനി കാണേണ്ടത് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമാണ്, മെനവലി. 18-ാം നൂറ്റാണ്ടിൽ പേഷ്വാ ഭരണത്തിൻ കീഴിൽ ധനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന പൗരപ്രമുഖൻ നാനാ ഫട്നാവിസിന്റെ പേരിൽ പ്രസിദ്ധമായ ഗ്രാമം. മികച്ച രാഷ്ട്രതന്ത്രജ്ഞനും യുദ്ധതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹത്തിന്റെ ഗ്രാമമെന്ന നിലയിൽ അക്കാലത്ത് പ്രത്യേക പരിഗണന മെനവലിക്ക് ലഭിച്ചിരുന്നു. അതിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന സ്മാരകങ്ങൾ ഗ്രാമത്തിലെങ്ങും കാണാനാകും. എന്നാൽ ആ പ്രൗഢി ഇന്ന് മെനവലി ഗ്രാമത്തിനില്ല എന്നതാണ് വസ്തുത. മെനവലിയിൽ നാം ആദ്യം പോകുന്നത് നാനാ ഫട്നാവിസിന്റെ ഭവനത്തിലേക്കാണ്. 8 മാതൃകയിൽ നിർമ്മിച്ച ഒരു ബൃഹത് മാളിക. അദ്ദേഹത്തിന്റെ സേവകരുടെ വാസയിടങ്ങളും ചില ഭരണസ്ഥാപനങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന സമുച്ചയമായിരുന്നു ഇത്. 18-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന സമ്പന്ന ഗൃഹങ്ങളുടെ രൂപം ഇവിടെ കാണാനാകും. മെനവലിയിലെ മറ്റൊരു കാഴ്ച മഹാരാഷ്ട്രയുടെ ഗ്രാമീണ മുഖമാണ്. വെളുത്ത പൈജാമ ഉടുത്ത് തൊപ്പി വെക്കുന്ന വൃദ്ധരും പഴയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന കൊല്ലന്മാരും കാളകളെ ഉപയോഗിച്ച് നിലമുഴുന്ന കർഷകരുമെല്ലാം ഇവിടെ ഇന്നുമുണ്ട്. കൃഷ്ണനദി മെനവലിയിലൂടെയാണ് കടന്നു പോകുന്നത്. കൃഷ്ണയുടെ തീരത്ത് 18-ാം നൂറ്റാണ്ടിൽ നാനാ ഫട്നാവിസ് നിർമ്മിച്ച ഘട്ട് മെനവലിയിലെ ഒരു കാഴ്ചയാണ്.
കല്ലുപാകി വളരെ ശാസ്ത്രീയമായും ആസൂത്രിതമായും ഒരുക്കിയിട്ടുള്ള തീരം. ഘട്ടിനോട് ചേർന്ന് തന്നെ ക്ഷേത്രങ്ങളുമുണ്ട്. ഇവിടെ ഒരു മണ്ഡപത്തിൽ തൂക്കിയിട്ടുള്ള നാക്കുപോയ മണി വിശേഷപ്പെട്ട ചരിത്ര സ്മാരകമാണ്. കന്യാമറിയത്തിന്റെയും ഉണ്ണീശോയുടെയും രൂപം കൊത്തിയ ഈ ഓട്ടുമണി പോർച്ചുഗീസുകാരുടെ ബാസിം കോട്ട കീഴടക്കിയ വേളയിൽ നാനാ ഫട്നാവിസ് അവിടുത്തെ കത്തീഡ്രലിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. പൂനെയിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളാണ് ഈ യാത്രയിൽ നാം കണ്ടത്. മഹാരാഷ്ട്രയിലെ പ്രമുഖ ടൂറിസം ഡെസ്റ്റിനേഷനായി വളർന്നുകൊണ്ടിരിക്കുന്നു ഈ നഗരം.